കഥയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ചെറുപ്പത്തിലുള്ള ഒരു പെൺകുട്ടിയെയാണ്. അവളൊരു മാലാഖയെ പോലെയാണ്. കാരണം അവൾക്ക് മനോഹരമായി ചിറകുകളുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ആ പെൺകുട്ടിയാണ് ഈ കഥയിലെ നായിക. അവളുടെ പേരാണ് കേട്ടോ മെലഫസൻറ്റ്. ഇതിൽ വളരെ പ്രധാനമുള്ള 3 ഫാരി കഥാപാത്രങ്ങളുണ്ട്. അവരെക്കുറിച്ച് കഥയിൽ പിന്നീട് പറയുന്നുണ്ട്. ഇവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ മൂർസ്. മൂർസിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും മെലഫസൻറ്റ് ഉടനെ തന്നെ അവിടെ എത്തിച്ചേരുന്നുണ്ടാവും. അങ്ങനെ ഒരിക്കൽ അവരുടെ കാടായ മൂർസിൽ ഒരു മനുഷ്യൻ പ്രവേശിക്കുന്നുണ്ട്. അതറിഞ്ഞ ആ മൂവർ സംഘം അത് പോയി മെലഫസൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം തന്നെ മെലഫസൻറ്റ് അവിടെ എത്തുന്നു. അവിടെ പോയി നോക്കിയപ്പോഴാണ് ആ മനുഷ്യൻ ഒരു ഗുഹയിൽ കയറി ഒളിച്ചിരിക്കുന്നത് കണ്ടത്. മെലഫസൻറ്റ് ഉടനെ തന്നെ അവനോട് പുറത്തു വരാൻ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പുറത്തേക്ക് വരുന്നു. അവന് ഏകദേശം മെലഫസൻ്റെ അത്രേ പ്രായം വരുന്നുണ്ടാവുള്ളൂ. അവൻ മൂർസിൻ്റെ അടുത്ത് മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലത്തിൽ നിന്നും വന്നതാണ്. അവൻ്റെ പേര് സ്റ്റീഫൻ എന്നാണ്. അവൻ മൂർസിൽ നിന്ന് എടുത്ത കല്ല് മെലഫസൻറ്റ് തിരിച്ചു ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റ് അവൻ എന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ ആ കല്ല് തിരിച്ചു നൽകുന്നുണ്ട്. അത് കിട്ടിയോടെ തന്നെ മെലഫസൻറ്റ് ആ കല്ലെടുത്തിട്ട് അവിടെയുള്ള ഒരു പുഴയിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. അങ്ങനെ മെലഫസൻറ്റ് സ്റ്റീഫന് പുറത്തു പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് അവർ ഫ്രണ്ട്സായി മാറിയിട്ടുണ്ട്. പോകാൻ നേരത്തെ സ്റ്റീഫൻ തൻ്റെ പാരൻസ് മരിച്ചുപോയി എന്നൊക്കെ മെലഫസൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം മെലഫസൻറ്റും പറയുന്നുണ്ട് എൻ്റെ പാരൻസും മരിച്ചുപോയി എന്ന്. നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് സ്റ്റീഫൻ പോകാൻ നേരത്തെ മെലഫസൻറ്റ് അവൻ്റെ അടുത്ത് പറയുകയാണ്, നീ ഇവിടെ വരരുത്, നിനക്ക് ഇവിടെ ഒട്ടും സേഫല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞ് മെലഫസൻറ്റ് കൈ കൊടുക്കുന്നു. അങ്ങനെ കൈ കൊടുക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് പൊള്ളലേൽക്കുന്നു. എന്താണ് കാരണം എന്ന് സ്റ്റീഫൻ ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ്, നിൻ്റെ കൈ കിടക്കണ അത് ഇരുമ്പാണ്, അത് തൊടുമ്പോൾ എനിക്ക് പൊള്ളലേൽക്കും എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റീഫൻ അവൻ്റെ കയ്യിൽ കിടക്കണ ആ റിങ് എടുത്ത് വലിച്ചെറിയുകയാണ്. അങ്ങനെ അവൻ കുറേ പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. പിന്നീട് അവർ നല്ല സുഹൃത്തുക്കളായി മാറി. അവസാനം അത് പ്രണയത്തിലേക്കും പോയി. അവൾക്കിപ്പോൾ 16 വയസ്സായിട്ടുണ്ട്. അവളുടെ 16 വയസ്സിൻ്റെ അന്ന് അവർ പരസ്പരം കിസ് ചെയ്തു. അങ്ങനെ അവരുടെ ബന്ധം ആർക്കും തകർക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ വർഷങ്ങളും കടന്നുപോയി.